VU2 EVQ ലീനിയർ ആംപ്ലിഫയറിൻ്റെ ബോർഡ് ഞാൻ അസംബിൾ ചെയ്തിട്ട് ബയസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കൂടുതൽ കറണ്ട് എടുക്കുന്നതായിട്ട് കണ്ടു. ആദ്യം ചെറിയ കറണ്ട് എടുത്തിരുന്നുള്ളൂ, പെട്ടെന്ന് ആ പൊട്ടൻഷ്യോമീറ്റർ തിരിക്കുമ്പോൾ കറണ്ട് വല്ലാണ്ട് ഷൂട്ടപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ കരുതി മോസ്ഫെറ്റുകൾ അടിച്ചു പോയിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ഇന്ന് ഒരു 100 വാട്ടിൻ്റെ സോൾഡറിങ് അയൺ എടുത്തിട്ട് ആ മോസ്ഫെറ്റുകളൊക്കെ ഡീസോൾഡർ ചെയ്തു. കൂടെ 2 സെർമെറ്റ് പൊട്ടൻഷ്യോമീറ്റേഴ്സും ഡീസോൾഡർ ചെയ്തു. ഇനി മൾട്ടി ടേൺ പൊട്ടൻഷ്യോമീറ്റർ വയ്ക്കാം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. ഊരിയെടുക്കുമ്പോൾ സെർമെറ്റ് പൊട്ടൻഷ്യോമീറ്റർ പറഞ്ഞാൽ കേടായി. പിന്നെ അത് വലിയ വിലയുള്ള സാരമല്ല എന്ന് വിചാരിക്കാം. ആദ്യം തന്നെ പുതിയൊരു മോസ്ഫെറ്റ് IRFP 150 എടുത്തു. അതിൻ്റെ പിൻ ഔട്ടൊക്കെ നോക്കി. ആദ്യം കാണുന്നത് ഗേറ്റ്, പിന്നെ അടുത്തത് ഡ്രെയിന്, അതിൽ നിന്നാണ് ഔട്ട്പുട്ട് വരിക. പിന്നെ സോഴ്സ്, അവിടെയാണ് നമ്മൾ VCC ഓർ സപ്ലൈ വോൾട്ടേജ് സോഴ്സിലേക്കാണ് കണക്ട് ചെയ്യുക. മോസ്ഫെറ്റിൻ്റെ ഗേറ്റിൽ കുറച്ച് ചാർജ് നിൽക്കുന്നുണ്ട്, അത് ഓണായിട്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അത് ഷോർട്ട് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്യണം. ഇതിപ്പോൾ കറണ്ടൊന്നും കണക്ട് ചെയ്തില്ല, വെറുതെ ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ എടുത്തിട്ട് ഡിസ്ചാർജ് ചെയ്യുക ചെയ്യുന്നത്. ഞാനൊരു അനലോഗ് മൾട്ടിമീറ്ററാണ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചോപ്പ് പ്രോബ് അവിടെ ഡ്രെയിനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നെഗറ്റീവ് വോൾട്ടേജാണ് വരിക. എന്നിട്ട് ഞാനിവിടെ ടച്ച് ചെയ്ത് നോക്കുകയാണ്. ബ്ലാക്ക് പ്രോബ് ഇവിടെ ടച്ച് ചെയ്തപ്പോൾ ഫ്ലോ ഒന്നുമില്ല, കറണ്ട് ഫ്ലോ ഇല്ല. പിന്നെ ചെറുതായിട്ടൊന്ന് ഗേറ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും ഡ്രെയിൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നല്ല ഫ്ലോ കാണിക്കും. അപ്പോൾ സ്വിച്ച് ഓൺ ആയി എന്നർത്ഥം. സ്വിച്ച് ഓൺ ആയ മോസ്ഫെറ്റ് ഓഫാക്കാൻ നമ്മളെ വിരലുകൊണ്ട് ടച്ച് ചെയ്താലും മതി. ആദ്യം കാണിച്ചിരുന്നത് ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ എടുത്തിട്ട് ഷോർട്ട് ചെയ്യുന്നതാണ്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ സ്വിച്ച് ഓഫായി. ഇപ്പോൾ ഞാൻ നോക്ക്, ആ ഡ്രെയിനിൻ്റെ മുകളിൽ ടച്ച് ചെയ്തപ്പോൾ ഫ്ലോ ഇല്ല, കറണ്ട് ഫ്ലോ ഇല്ല. അപ്പോൾ വീണ്ടും അവിടെ പോയി ഒന്ന് ടച്ച് ചെയ്തു. അപ്പോൾ അതാ ഓണായി, സ്വിച്ച് ഓണായി. വീണ്ടും ഞാനത് ഓഫാക്കുകയാണ്, മോസ്ഫെറ്റ് ഓഫാക്കുകയാണ്. നമ്മുടെ വിരലിൻ്റെ കൂടെ ചെറിയ കണ്ടക്ഷൻ മതി അത് ഓഫാവാൻ, ഡിസ്ചാർജ് ആവും. അപ്പോൾ അതാ ഡിസ്ചാർജായി, ഓഫായി. വീണ്ടും ഒന്നും കൂടെ ചാർജ് ചെയ്ത് നോക്കുകയാണ്. അതാ ചാർജ് ആയപ്പോൾ കണ്ടക്ഷൻ തുടങ്ങി. ഇത്ര സിമ്പിളാണ് ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ലളിതമായിട്ടുള്ളൊരു വഴിയാണ്, ഞാൻ ഓൺലൈൻ കണ്ടതാണ്. ആദ്യം ടെസ്റ്റ് ചെയ്തത് പുതിയ മോസ്ഫെറ്റാണ്. ഇനിയിപ്പോൾ കേടായെന്ന് ഞാൻ വിചാരിക്കണ മോസ്ഫെറ്റ് എടുത്തിട്ട് അവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫിക്സ് ചെയ്തു. ആ ചോപ്പ് പ്രോബ് മൾട്ടിമീറ്ററിൻ്റെ അവിടെ വെച്ചു, കണക്ട് ചെയ്തു, ക്ലിപ്പിട്ട് വെച്ചു. എന്നിട്ട് ഇത് അവിടെ ടച്ച് ചെയ്ത് നോക്കുകയാണ്. ഡ്രെയിനിൻ്റെ മുകളിൽ ഫ്ലോ ഇല്ല, കറണ്ട് ഫ്ലോ ഇല്ല. അപ്പോൾ പോയി ചാർജ് ചെയ്തു, അത് ഓണായി. കണ്ടോ, ഇത് കേടായെന്ന് വിചാരിച്ച മോസ്ഫെറ്റാണ് IRFP 150. വീണ്ടും ഞാൻ ഡിസ്ചാർജ് ചെയ്തു, ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തു, ഇതാ ഓഫായിട്ടുണ്ട്. വീണ്ടും അപ്പുറത്ത് പോയി തൊട്ടു, ചാർജാക്കി, അതാ സ്വിച്ച് ഓണായി. അപ്പോൾ ഈ മോസ്ഫെറ്റിന് കേടൊന്നും വന്നിട്ടില്ല എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ എന്താ കാരണം? അപ്പോൾ നേരത്തെ കറണ്ട് കൂടുതൽ എടുക്കുന്നതായിട്ട് കണ്ടത് നമ്മൾ പവർ ആംപ്ലിഫയറിൻ്റെ കറണ്ട് എടുക്കുന്നതാണ് കാണുന്നത്. ഊരിയെടുത്ത ആദ്യത്തെ മോസ്ഫെറ്റാണ് അവിടെ വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ മോസ്ഫെറ്റാണ് ഇത് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും ഇതേപോലെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, ഓഫാണ്. അപ്പോൾ ഇവിടെ തൊട്ടു, ഒന്ന് ചാർജ് കയറ്റി, അതാ ടെസ്റ്റ് ചെയ്ത് നോക്കി. അത് പക്ഷേ അത് ശരിയായിട്ടില്ല. ഒന്നും കൂടെ ചെയ്തു, അപ്പോൾ അതാ സ്വിച്ച് ഓൺ ആയി. പിന്നെ വീണ്ടും നമ്മളത് ഡിസ്ചാർജ് ചെയ്യുന്നു. വിരലുകൊണ്ട് 2 പിന്നും കൂടെ ഒന്നിച്ച് തൊട്ട് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവും. എന്നിട്ട് വീണ്ടും അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ടെസ്റ്റ് ചെയ്തു, കണ്ടക്ഷൻ ഇല്ല. പിന്നെ അപ്പുറത്ത് പോയി ഒന്ന് തൊട്ടു, അതായത് ഗേറ്റിന് മുകളിൽ തൊട്ടു, അപ്പോൾ ചാർജ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതാ കണ്ടക്ഷൻ വന്നു. അപ്പോൾ ഈ മോസ്ഫെറ്റിനും കുഴപ്പമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ 2 മോസ്ഫെറ്റിനും കുഴപ്പമില്ല. പിന്നെ ഞാനിത് കഴിഞ്ഞിട്ട് ഈ 2 മോസ്ഫെറ്റും സെർമെറ്റ് പൊട്ടൻഷ്യോമീറ്റർ ഊരിയെടുത്തത് നേരത്തെ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ബോർഡ് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കി. ബോർഡ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ബോർഡ് അപ്പോഴും ഹൈ കറണ്ട് എടുക്കുന്നുണ്ട്. ഇത്തവണ ചെക്ക് ചെയ്ത് 9 വോൾട്ടിൻ്റെ സാധാരണ ചെറിയ ബാറ്ററി വെച്ചിട്ടാണ്, അല്ലാണ്ട് 12 വോൾട്ടിൻ്റെ സീൽഡ് ലെഡ് ആസിഡ് ബാറ്ററി വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആദ്യം ഈ ഹൈ കറണ്ട് എടുക്കുന്നത് കണ്ടത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് പ്രശ്നം വേറെയാണ്. അതായത് മോസ്ഫെറ്റ് അടിച്ചു പോയതല്ല, ഇതിൽ വേറെ എവിടെയോ ബോർഡിലൊരു ഷോർട്ട് സർക്യൂട്ട് വന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത് 250 mA റേഞ്ചിലാണ് എൻ്റെ ഈ മൾട്ടിമീറ്ററിൽ മാക്സിമം ടെസ്റ്റിംഗ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് എവിടെയോ ആണ് കറണ്ട് ഒഴുകുന്നത്, മേലെയാണ്.
കാരണം ഫുൾ റേഞ്ചാണ് കണ്ടിരുന്നത് ഞാൻ. അപ്പോൾ ഇനി ആ ബോർഡ് വളരെ ശ്രദ്ധിച്ച് മൈക്രോസ്കോപ്പ് നോക്കുന്ന പോലെ ലെൻസൊക്കെ വെച്ച് നോക്കേണ്ടി വരും. എവിടെയെങ്കിലും സോൾഡർ ബ്രിഡ്ജോ എന്തെങ്കിലും വന്നിട്ട് ഷോർട്ടായിട്ടുണ്ടോ എന്ന് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോമ്പണൻറ്റ് ഷോർട്ടായിട്ടുണ്ടോ എന്ന് നോക്കേണ്ടി വരും. അത് കുറച്ച് മെനക്കെട്ട പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നാളെ അതൊന്ന് ശ്രമിച്ച് നോക്കും. കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ഒരു റീക്യാപ്പ് ഉണ്ട്. അതായത് ഞാൻ എങ്ങനെയാണ് മോസ്ഫെറ്റ് അടിച്ചു പോയോ എന്ന് സംശയിക്കാൻ കാരണമായതെന്നുള്ളത് ഒന്ന് കണ്ടോളൂ.